നമസ്കാരം. രാഷ്ട്രീയ വാർത്തകൾ. ഹരിയാനയിൽ 1000 ഇതളുള്ള താമരകൾ വിരിയുന്നു. ഹരിയാനയിലെ BJPയുടെ തകർപ്പൻ വിജയം ആഘോഷിക്കുകയാണ് കേരള BJP ഘടകം. തൊടുപുഴയിൽ വൈകുന്നേരം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജിയുടെ നേതൃത്വത്തിൽ കടകളിലും സുഹൃത്തുക്കൾക്കും മധുരപലഹാരവും മിഠായിയും കൊടുത്തുകൊണ്ട് BJPയുടെ വിജയത്തെ ആഘോഷമാക്കി. ഹരിയാന രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി വീശിയത് കോൺഗ്രസ് ആണെങ്കിലും കത്തിപ്പടർന്നത് BJP ആണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ജാതി രാഷ്ട്രീയത്തിലും കോൺഗ്രസ്കാർക്കിനി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. കേരളവും താമസിക്കാതെ ഈ ജാതി രാഷ്ട്രീയത്തിൽ നിന്നും തെറ്റിദ്ധാരണ രാഷ്ട്രീയത്തിൽ നിന്നും മോചിക്കപ്പെടും. അതിനുള്ള ഉദാഹരണമാണ് ഹരിയാനയിലെയും കാശ്മീരിലെയും വിജയം. കേരളം കാശ്മീരിൻ്റെ പദവി ഏറ്റെടുക്കാതെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വികസിത ഭാരതത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അനിവാര്യമാണ് ഇപ്പോൾ എന്നും BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജി നമ്മളോടൊപ്പം. ഹരിയാന, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ട് ഇന്ന് രാജ്യവ്യാപകമായി BJP വലിയ സന്തോഷാഹ്ലാദ പ്രകടനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ ഇത്തരത്തിലുള്ള ഒരു മധുര പലഹാര വിതരണം നടക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെയും അതല്ലെങ്കിൽ BJP വിരുദ്ധരെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നമുക്ക് അതിൻ്റെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഹരിയാനയിൽ എല്ലാവരും എഴുതിത്തള്ളിയ BJP വളരെ ദൂരം പുറകോട്ട് പോകും, കോൺഗ്രസിന് മികച്ച വിജയം, അട്ടിമറി വിജയം നേടുമെന്നൊക്കെ പ്രവചിച്ചവർ, നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞുവെന്ന് പ്രവചിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ, രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് BJP ഈ മിന്നുന്ന വിജയം നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും വലിയ വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി തന്നെ നിന്നുകൊണ്ട് നേടിയിട്ടുള്ളത്. ഈ വിജയത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടും ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഭാരതത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഭാരതത്തെ ലോകത്തിൻ്റെ മുന്നിൽ ഒന്നാമതാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് മൂന്നാമതും ഹരിയാനയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ വോട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും BJP ഇടുക്കിയുടെയും തൊടുപുഴയുടെയും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.